ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ അവസ്ഥ വീട്ടിൽ വന്ന് പറഞ്ഞ് അച്ഛനോടും അമ്മയോടും നിസ്സഹായതയോട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മകൾക്ക് മുന്നിൽ അച്ഛനും അമ്മയും തിരിച്ചു പോകാനാണ് പറയുന്നത്. ഇത് കേട്ട് പല്ലവി ഞെട്ടി. അപ്പോൾ അമ്മ ചേച്ചിയെ വെറുതെ വഴക്ക് പറയണ്ട, അയാളൊരു കൊള്ളരുതാത്തവനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചേച്ചി ഇറങ്ങി പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയാളെ കണ്ട തന്നെ അറിയാം അയാൾ പ്രശ്നക്കാരനാണെന്നും പറഞ്ഞ് അനിയത്തി പറയുന്നത് കേട്ടപ്പം മിണ്ടാതിരിക്കടി അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് പാറക്കുട്ടിയോട് ദേഷ്യപ്പെടുവാണ് അമ്മ. പോകെ എല്ലാം റെഡിയാക്കി അല്ലെങ്കിൽ നേരെയാക്കി എടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ കെട്ടിയവൻ്റെ സ്വഭാവം ശരിയല്ല എന്നും പറഞ്ഞ് പാതിരാത്രി ഇറങ്ങുകയല്ല വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് പല്ലവിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. മാഷേ, നമുക്ക് ഇവളെ ഇന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, അയലത്തുകാർ വല്ലവരും ഇവളിവിടെ നിൽക്കുന്നത് കണ്ടാൽ മോശമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ വാ മോളെ, അച്ഛൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അച്ഛാ, എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല എന്ന് പല്ലവി തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പം നീ പോകണ്ട, ഇവിടെ തന്നെ നീ നിന്നോ, നിന്റെ കല്യാണം നടത്താൻ വേണ്ടി വരുത്തി വെച്ച കടങ്ങൾ എങ്ങനെ തീർക്കണമെന്ന് നീ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് അമ്മ മോളോട് ദേഷ്യപ്പെടുക. ഭഗവാനെ, എല്ലാം തുലഞ്ഞല്ലോ എന്നും പറഞ്ഞു. നാളെ ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമ്പോൾ എന്താകും അവസ്ഥ, അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും എന്നൊക്കെ ചോദിച്ച് അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോൾ എൻ്റെ ഈശ്വരാന്നും വിളിച്ച് കരയുന്ന അമ്മയെ കണ്ട് പല്ലവിയും സങ്കടമാവുന്നു. അപ്പം ഞാനിവിടെ നിന്നാലല്ലേ പ്രശ്നം, ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി പോകാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനും അമ്മയും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് ആരോടും ഒന്നും പറയാതെ, പോകുവാണെന്ന് പറയാതെ അങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും പാറുക്കുട്ടി ഓടി വന്നിട്ട് ചേച്ചി എന്തീ കാണിക്കുന്നേ, ചേച്ചി ഇത് എവിടെ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും മരണത്തിലേക്കല്ല എന്ന് പല്ലവി പറഞ്ഞു. അത് കഴിഞ്ഞ് പല്ലവി ആ ഇടിയും മഴയും ഉള്ളപ്പോൾ ഇറങ്ങി പോവുക. അപ്പോൾ കണ്ടില്ലേ അവരുടെ അഹങ്കാരം, പഠിപ്പ് കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല്ലവി ഇതൊക്കെ കേട്ടും ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോണു. അമ്മ അന്നേരത്തേക്ക് അകത്തേക്ക് കയറിപ്പോയി. വലിയ ഇടിയും മഴയും വലിയ പേമാരിയും ഒക്കെ ആയിട്ടുള്ളതിൽ നമ്മുടെ പല്ലവി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്നിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ കുടയുമായിട്ട് പിന്നാലെ ചെന്നു. നീ ഈ രാത്രിയിലേക്ക് എവിടേക്ക് പോകാൻ പോവാ, വരാൻ പറഞ്ഞു അകത്തേക്ക് വിളിക്കുമ്പോൾ വേണ്ട അച്ഛാ, എന്നെ വിളിക്കണ്ട, ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും ആരുടെ മുന്നിലും തല കുനിക്കണ്ട എന്ന് പല്ലവി പറഞ്ഞു. ഞാൻ ഹോസ്റ്റലിലോ മറ്റോ താമസിച്ചോളാമെന്ന് പറഞ്ഞപ്പം എന്താ മോളെ നിൻ്റെ മനസ്സിലെന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു പല്ലവി. പെട്ടെന്ന് അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും അതിനുവേണ്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് പറയുമ്പോൾ മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷെ പലരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതും എൻ്റെ മോൾക്ക് അറിയുമെന്ന് ചോദിച്ചപ്പം സ്വന്തം മോളേക്കാൾ പ്രധാനം അച്ഛന് അന്തസ്സും അഭിമാനവും ഒക്കെ ആണല്ലോ അല്ലേ. എൻ്റെ അച്ഛൻ ആദർശങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് കരുതി എനിക്ക് തെറ്റി. സാരമില്ല, ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരമാവില്ല അച്ഛാ, അതോർത്ത് അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പല്ലവി വേറെ എന്ത് ചെയ്യും, പല്ലവി അങ്ങനെ അങ്ങ് പോണു. എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു, നേരം വെളുത്തു. അപ്പോൾ രാവിലെ തന്നെ പത്രം ഇടാനായിട്ട് ഒരാൾ വരുന്നു. പത്രം ഇട്ടിട്ട് ആ ചെറുപ്പക്കാരനാണെങ്കിൽ ആ വീട്ടിലേക്ക് എത്തി വലിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുന്നു. അപ്പോഴേക്കും ആ ഹോസ്റ്റലിൻ്റെ മുറ്റത്ത് ഒരു ചേച്ചി ഇരുന്ന് ഉറങ്ങുന്നത് ആ ചെറുക്കൻ കാണുകയും ചെയ്തു. അപ്പോഴേക്കും ഈ ഹോസ്റ്റൽ വാർഡൻ ആ ഒരു പേപ്പർ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പല്ലവിയെ. അപ്പോൾ പല്ലവി ആയതാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ആ സമയത്ത് നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ വാർഡൻ നമ്മുടെ പല്ലവിയോട് ദേഷ്യപ്പെടുക. അപ്പോൾ ആ പല്ലവിയെ കണ്ടത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സേതുവിൻ്റെ കൂടെയുള്ള ചെറുക്കൻ കൊച്ചായതുകൊണ്ടാട്ടോ. അപ്പോൾ അവനതെല്ലാം കണ്ടോണ്ട് നിൽക്കുവാണേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇവിടെ താമസിക്കരുതെന്ന്, പോകാൻ നോക്കാൻ. അപ്പോൾ മേഡം, ഞാൻ ഒരു പ്രത്യേക സിറ്റുവേഷൻ കൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പല്ലവി പറയുവാണേ. മേഡം ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുതെന്ന് പറഞ്ഞു. ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞ് ചേച്ചിയാണല്ലോ, ഈ ചേച്ചി എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അതല്ല ചെറുക്കൻ കൊച്ച, സോറി, എനിക്ക് നിന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും എന്ത് പൊല്ലാപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആ മേഡം ഇങ്ങനെ നമ്മുടെ പല്ലവിയോട് പറയുക. അപ്പോൾ പല്ലവിക്ക് ഒരു നിവൃത്തിയില്ലാത്ത ആ ഒരിത്. അപ്പോൾ മേഡം, ഞാൻ MCM കോളേജിലെ ഗസ്റ്റ് ലെക്ചറർ ആണെന്ന് പറഞ്ഞപ്പം ഇനി ലെക്ചറർ അല്ല മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞാലും ID പ്രൂഫോ മറ്റു രേഖകളോ ഇല്ലാതെ ഇതിനകത്തേക്ക് ഞാൻ ആരെയും കയറ്റത്തില്ലെന്ന് പറഞ്ഞു. കൊച്ചു പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് വാർഡൻ അങ്ങ് പോയി. മേഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി കുറേ ചോദിച്ചു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പല്ലവിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഒരിടവും ഇല്ലാതെ നമ്മുടെ പല്ലവി പാവം അവിടെ പെരുവഴിയിൽ നിൽക്കുക. ഈ സമയത്ത് തന്നെ ചെറുക്കൻ കൊച്ച് സേതുവിനെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു. സേതുവാണ് ചാടി എഴുന്നേറ്റു, അപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് അപ്പോഴേക്കും നമ്മുടെ പല്ലവിക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്ത ചെറുപ്പക്കാരൻ പല്ലവിയുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അയാളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ ആ വാർഡനെ കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, അയാൾക്ക് ആ പെൺപിള്ളയ്ക്ക് വട്ടാ എന്നൊക്കെ ആ കൊച്ചിങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ സേതു സ്ഥലത്തെത്തി.
അങ്ങനെ സേതു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. കുട്ടി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ആ വാർഡനോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം അവരോട് സംസാരിക്കാൻ കാര്യമൊന്നുമില്ല, പിന്നെ ID പ്രൂഫ് കൊടുക്കാതെ അവരെനിക്ക് അക്കോമഡേഷനോ ഒന്നും തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതെപ്പോഴും കയ്യിൽ തന്നെ വെക്കണ്ടേ എന്ന് സേതു അന്നേരം ചോദിക്കുക കേട്ടോ. അന്നേരത്തേക്കും പല്ലവി ഇങ്ങനെ നോക്കി, സോറി ഒന്നും എടുക്കാതെയാണല്ലേ ഇറങ്ങിയതെന്ന് ചോദിച്ചു. അത് ഞാനതങ്ങ് വിട്ടുപോയി. അപ്പോൾ സേതുവേട്ടൻ്റെ ID അവിടെ കാണിച്ച ചേച്ചി അവിടെ താമസിപ്പിക്കില്ലെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും തോന്നുന്നില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വിഷമിക്കണ്ട, ഈ ജേട്ടും സേതുവും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോളാമെന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ എന്ത് വഴി ഏട്ടാന്ന് ചോദിച്ചു ചെറുക്കൻ കൊച്ച്. അപ്പോൾ അത് പിന്നെ അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാം, കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരി അടിപൊളി, കുട്ടി കയറിക്കോ, ഫ്രണ്ടിൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞു. അപ്പം കയറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ പല്ലവിയെ വണ്ടിയിലേക്ക് കയറ്റി അവർ രണ്ടുപേരും കൂടെ പോവാം. അങ്ങനെ രണ്ടുപേരും കൂടെ നല്ല മനോഹരമായ സ്ഥലത്തോട് പോകുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് സേതു ചോദിച്ചേ. അത് കേട്ടപ്പോൾ കല്യാണം കഴിഞ്ഞ അതേ രാത്രി തന്നെ മകള് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അവർക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിലും ഈ അച്ഛന്മാരൊക്കെ കണക്കാ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹവും സാന്ത്വനവും കരുതലും ഒന്നും പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടില്ല എന്ന് സേതു പല്ലവിയോട് പറയുന്നു കേട്ടോ. അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല, അതുപോലൊരു കാര്യമാണല്ലോ ഇന്നലെ സംഭവിച്ചത്. ഇന്ദ്രജിത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പം അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ, പിന്നെ അതത്ര കാര്യമാക്കാനൊന്നും ഇല്ലെന്ന് നമ്മുടെ രേണുക സിസ്റ്റർ പറഞ്ഞതെന്ന് നമ്മുടെ സേതു പറയുവാണേ. അവരുടെ ഹോസ്പിറ്റലിലാണ് അയാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതേ. അവിടെയും കുട്ടി അയാളുടെ തലയടിച്ച് പൊട്ടിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല, ബാത്റൂമിൽ സ്ലിപ്പായി എന്നാ പറഞ്ഞിരിക്കണേന്നും പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പല്ലവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കല്യാണാലോചന വന്നപ്പോൾ മുതൽ സംഭവിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിപ്പോയതാ, സോറി, അത് കല്യാണ ചെറുക്കനാണെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചതുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ കുട്ടിക്കൊരാവശ്യം വന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പം നേരെ നോക്കി വണ്ടി ഓടിക്കുന്നത് ഇയാളായതുകൊണ്ട് ഇനിയും പലതും സംഭവിക്കാവുന്ന സേതുവിനോട് പല്ലവി. അപ്പോൾ ഇന്ദ്രന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ ആള് കൂടായല്ലോ എന്ന് പറഞ്ഞു. അല്ല, സംസാരത്തിനൊക്കെ ഒരു ഉഷാറ് വന്നു, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ എന്ന് സേതു. മനുഷ്യനിവിടെ ആകെ വല്ലാത്തൊരവസ്ഥയില്ല, അപ്പോഴും ഇയാളുടെ തമാശ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കല്യാണം നടത്തിയ കല്യാണം ആയതുകൊണ്ടൊന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സ് മേടിക്കണമെന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ ആ ഒരു കടയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കയറണ്ട, ഇവിടെ ഡ്രസ്സ് ഇത്ര പോരാ, സെലക്ഷൻ വളരെ കുറവാണ്, ഇതൊക്കെ പറഞ്ഞ് സേതു പല്ലവിയെ ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സാരമില്ല, അത്യാവശ്യം ഉടുത്തു മാറാനുള്ളതൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സേതു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായി. ഈ സമയം അതെ, കയ്യിൽ ക്യാഷ് എന്തെങ്കിലും ഉണ്ടോ, തിരിച്ചു തരാം, കടമായിട്ട് മതി, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സേതു പിന്നെ പോക്കറ്റിൽ തപ്പിപ്പറക്കി ഉള്ളതങ്ങ് എടുത്ത് കൊടുത്തു. കുട്ടി, ഞാൻ വീണ്ടും പറയുക, ഇവിടുത്തെ തുണിയൊക്കെ പഴം തുണികളാണ്, അടുത്ത ജംഗ്ഷനിൽ നല്ല കടയുണ്ട്, നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് പല്ലവി ഇവിടെ കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല്ലവി എന്നിട്ട് സേതുവിനെ ഇതാക്കിയിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറി ചെന്നിട്ട് ഈ സാരി സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയാണ് മേഡം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. പല്ലവി എന്നിട്ട് സാരി സെക്ഷനിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് സാരി എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് അവിടെ നിന്നാണ് നമ്മുടെ പല്ലവി ഡ്രസ്സ് എടുത്തതുമൊക്കെ. ആ സമയം അങ്ങോട്ടേക്ക് ആ ഒരു ഇതെല്ലാം നമ്മുടെ അവിടെ നിന്ന് മാനേജർ ആലോചിച്ചു. അപ്പോൾ അന്നത്തെ ആ ഒരു ഇതൊക്കെ അപ്പോഴേക്കും പല്ലവിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ കസ്റ്റമേഴ്സൊക്കെ വരുന്നതേ ഉള്ളൂ, പിന്നെ സ്റ്റാഫൊന്നും മുഴുവനായിട്ട് എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ പല്ലവിയോട് ഒഴിവാകാൻ വേണ്ടി സംസാരിക്കുക. അപ്പോഴേക്കും നമ്മുടെ പല്ലവി, എന്നാൽ പിന്നെ സ്റ്റാഫൊക്കെ വന്നിട്ട് കച്ചവടം തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ, എന്തിനാ വെറുതെ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ച് പല്ലവി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അതിൻ്റെ ഓണർ വരുന്നത്. അപ്പം മേഡം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴേക്കും സ്റ്റാഫൊക്കെ എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വലിയ ആൾ വിളിച്ചാൽ പുള്ളിക്കാരി വന്നു. അത് പിന്നെ ആ കല്യാണ പാർട്ടിയുടെ കച്ചവടം നടത്തുക, അപ്പോൾ അമൃതയെ കൂടി ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു, സ്റ്റാഫൊക്കെ വരുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം, കല്യാണ പാർട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ലക്ഷങ്ങളുടെ ബില്ലാണ് വരുന്നത്, പിന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഇതൊക്കെ മിഡിൽ ക്ലാസ് ആണ്, കൂടിപ്പോയ 1000 രൂപ. അപ്പോൾ അതും പറഞ്ഞങ്ങ് പോയപ്പോൾ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് പല്ലവി പിടിച്ച് നിർത്തി. നമ്മുടെ ഈ കേരളത്തിലെ 80% എന്നെ പോലെയുള്ള മിഡിൽ ക്ലാസ്സുകാരാണ്. അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാറ്, അതുകൊണ്ട് മിഡിൽ ക്ലാസ്സുകാരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കരുത്, ഞങ്ങൾ തരുന്നതും കാശ് തന്നെയാണെന്ന് പല്ലവി ആ പെണ്ണിനോട് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സേതു കടയ്ക്കകത്തേക്ക് കയറി ചെന്ന് ഇവരെ കാണുകയും ചെയ്തു. ഇവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ പല്ലവി, കഴിഞ്ഞില്ലേ ഇതുവരെയും ചോദിച്ചപ്പം, എനിക്ക് സാരി എടുത്ത് തരാൻ തന്ന സെയിൽസ് ഗേളിനെ
കല്യാണ പാർട്ടിക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അത് ലക്ഷങ്ങളുടെ ബില്ലാണ് പോലും. മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ മാക്സിമം 1000 രൂപയ്ക്ക് എടുക്കത്തുള്ളെന്ന്. എന്താ മാനേജർ സാറേ ഇത്? കല്യാണം പാർട്ടി ആണെങ്കിലും തോർത്ത് വാങ്ങാൻ വന്ന പാർട്ടി ആണെങ്കിലും രണ്ടും കസ്റ്റമേഴ്സ് അല്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ സേതു ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ അവർ ഒരുപോലെ കാണണ്ടേന്ന് ചോദിച്ചു. ആരെ എങ്ങനെ കാണണമെന്നൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട എന്ന് ആ പെണ്ണ് പറയുമ്പം അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ല മാനേജർ സാറേ എന്ന് നമ്മുടെ സേതു. പിന്നെ ഇവളുടെ അച്ഛനും ഇതൊന്നും പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അയാളും പണം കണ്ട പുറകെ പോകുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പറഞ്ഞ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതെ ഇവളെയും കൊണ്ട് പോകാൻ നോക്കാനായിട്ട് ആ പെണ്ണ് പറയുന്നു. നിങ്ങളുടെ ഒന്നും സ്റ്റാൻഡേർഡിന് പറ്റിയ തുണി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. എടി നിൻ്റെ അപ്പനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ടെടി ഞങ്ങൾക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അവിടെ നിന്ന് പറയുമ്പോൾ അതേ പുറകിൽ വന്ന് നിൽക്കുന്നു അപ്പൻ. അപ്പനെ കാണാതെയാണ് മോൻ ഇതൊക്കെ പറയുന്നത്. മോളാണെങ്കിലോ കലി കയറി നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ ഭയങ്കര കലിപ്പിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മകൻ അച്ഛനെ കാണുന്നില്ലല്ലോ. മൃദു നീ പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മകൻ തിരിഞ്ഞു നോക്കുന്നത്. അച്ഛനെ കണ്ടു. നിന്നോട് പോകാനാ പറഞ്ഞത്. അതാ തന്തയ്ക്ക് മോൾക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കാം. പല്ലവി നീ വാ എന്നും പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോണു. സേതു അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മോളും കൂടി ഇങ്ങനെ ചൂളി വെളുത്ത് അവിടെ നിൽക്കുന്നു. കടയിൽ കയറി ചെന്ന് അച്ഛനെയും മോളെയും വരയിൽ നിർത്തിയിട്ടാണ് നമ്മുടെ സേതു ഇറങ്ങി പോരുന്നത്. എന്തായാലും അച്ഛൻ മോളെയും ഒന്ന് തുറച്ചു നോക്കി. അങ്ങനെ മോളും അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് പുറത്തിറങ്ങിയിട്ട് സേതു പല്ലവിയോട് ചോദിച്ചു, തന്നോട് ഞാൻ പറഞ്ഞല്ലേ കടയിൽ കയറുണ്ടെന്ന്. ഈ വെറും വൃത്തിയായിട്ട് ആൾക്കാരെ എന്നോട് വഴക്കിടാൻ വന്ന പെണ്ണില്ല, അവളെക്കാളും കുഴപ്പക്കാരനാണ് അച്ഛൻ മാധവമേനോൻ. നിങ്ങൾക്ക് അവരെയൊക്കെ നേരത്തെ അറിയാവോന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ട് അറിയാമെന്നേ. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞു വരുമ്പോൾ ഈ മാധവമേനോൻ എൻ്റെ അച്ഛനായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇയാളോടാ എന്ത് ചോദിച്ചാലും വേട കുത്തര പറയുള്ളൂ. പിന്നെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഓണറല്ലേ എന്ന് വെച്ചാൽ ഇയാളുടെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പറ്റിയെന്ന് ചോദിച്ചു പല്ലവിയുടെ അടുത്തേക്ക് വന്നു സേതു. വണ്ടിയിൽ കയറുവാ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയെ കയറ്റി. എന്നിട്ട് പിന്നെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ആ സമയത്ത് അവിടെ ആ വീട്ടിലെ പൂജയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് അവിടേക്ക് അമ്മ നിലവിളക്കുമായിട്ട്, അതായത് സേതുവിൻ്റെ അമ്മ നിലവിളക്കുമായിട്ട് വരുന്നു. അപ്പം അവരെവിടെയാണെന്ന് ചോദിച്ചു അമ്മ. ആ സമയം അവർ രണ്ടുപേരും കൂടെ റീൽസ് എടുക്കുക. കൂട്ടിന് ദേവിക ചേച്ചി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് കൂടെയുള്ള ആൾ പറയുന്നു. അങ്ങനെ പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന യമണ്ടം കടയുടെ ആ ഒരു ഇതിലിരിക്കുന്നു നമ്മുടെ അച്ഛൻ മാധവമേനോൻ. ആ അച്ഛൻ എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് CCTVയിൽ നോക്കുമ്പോൾ പല്ലവിയും സേതുവും കൂടെ അതിൽ നടന്നു പോകുന്നതൊക്കെ അച്ഛൻ കാണുവാട്ടോ. അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. അവർ രണ്ടുപേരും ചെറിയ കാറിൽ കയറി പോകുന്നതുമൊക്കെ. അപ്പോൾ ആരാണ് ആ പെണ്ണെന്നുള്ള കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അദ്ദേഹം വന്നിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് നേരെ മൃദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ നീ എന്തിനാ ചേട്ടനോട് അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചു. മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മൃദു അന്നേരം ചോദിക്കാം. അവനെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് നീയാണെന്ന് അച്ഛൻ പറയുമ്പോൾ ശരി തന്നെയാണ്, ഞാൻ അയാളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള നേരാ. അതെനിക്ക് അയാളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ മോളെ നീ അങ്ങനെയൊന്നും കരുതരുത്, അവൻ നിൻ്റെ ഏട്ടനാ, എൻ്റെ മൂത്ത മകനാണെന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നു. അതിൻ്റെ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നീ അവനോട് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല അച്ഛാ, അയാൾ എൻ്റെ ഏട്ടനായിട്ട് കണ്ട് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും മൃദു തറപ്പിച്ച് പറയുന്നു. പിന്നെ ഏട്ടനെന്ന് പറയുന്ന ആളും എൻ്റെ അമ്മ പ്രസവിച്ചതൊന്നും അല്ലല്ലോ, ആണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അയാളോട് പുത്രവാത്സല്യം എത്ര വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ ഞാനും ചേച്ചിയും സ്വാതിയും ഞാൻ അയാളെ അന്യനായിട്ടേ കാണും. അതും പറഞ്ഞിട്ട് മൃദു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് അടുത്ത ആൾ വന്നു. അത് നമ്മുടെ മാധവേട്ടനെ ഇതാക്കാനായിട്ട്. സേതു ഇവിടെ വന്നിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. മാനേജർ പറഞ്ഞായിരുന്നു. അല്ല അവനെന്തിനാ വന്നത്? മൃദു അവനോട് ദേഷ്യപ്പെട്ടു എന്നോർത്ത് ആളിന് ടെൻഷൻ ആവണ്ട, എല്ലാം മാറിക്കോളും, മാറ്റിയെടുക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അളിയനെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ അതത്ര പെട്ടെന്നൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. മൃദുവും സേതുവും എൻ്റെ ചോര തന്നെയല്ലേ. അവർ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് കാണേണ്ടി വരുന്നത് എൻ്റെ മാനസികാവസ്ഥ പ്രതാപനൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അപ്പം എനിക്ക് മനസ്സിലാകും അളിയാ. മക്കൾ തമ്മിലുള്ള ശത്രുതയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രതാപം പറയുന്നു. എന്തായാലും എൻ്റെ മക്കൾ പരസ്പരം ധാരണയിലാകുന്നത് വരെ ആ സമാധാനം എന്ന് പറയുന്നത് എനിക്ക് കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ അത്ര നല്ലവനല്ലെന്നുള്ളതിന് തെളിവുമായി ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ആശാൻ അങ്ങ് പോണു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നന്ദി.